ഹായ് ഗായ്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലൊരു ഗ്ലിച്ച് ആനിമേഷൻ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ലോഗോയ്ക്കോ നിങ്ങളുടെ ടൈറ്റിൽ ആനിമേഷനോ വീഡിയോയ്ക്കും ചിത്രങ്ങളോ ഒക്കെ നമുക്ക് ഈ ഗ്ലിച്ച് എഫക്റ്റ് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിന് നമുക്ക് വേണ്ടത് ഫ്രിക്ഷനും പിന്നെ എൻവി പ്ലഗിൻസും ആണ്. ഇത് രണ്ടും നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രിക്ഷൻ ഓപ്പൺ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, ഇതിനു വേണ്ടി ഞാനൊരു ലോഗോ ഇങ്ക്സ്കേപ്പ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ ലോഗോ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രിക്ഷനകത്ത് തന്നെ ടെക്സ്റ്റ് ടൂളുണ്ട്, അത് ഉപയോഗിച്ചൊരു ടൈറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് അതിന് ഗ്ലിച്ച് എഫക്റ്റ് കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല, നമ്മൾ ലോഗോ ഇമ്പോർട്ട് ചെയ്യുകയാണ്, എന്നിട്ട് ഗ്ലിച്ച് എഫക്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ ഫ്രിക്ഷൻ ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകണ്ടല്ലേ, അതേ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ വിൻഡോ ഓപ്പണായി വരും. ഇവിടെ നമ്മുടെ വീഡിയോയുടെ വിഡ്ത്തും ഹൈറ്റും തീരുമാനിക്കാവുന്നതാണ്. നിങ്ങൾക്ക് 4K ആണ് വേണ്ടെങ്കിൽ 4Kയുടെ വാല്യൂസ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെയുള്ള ഡ്യൂറേഷൻ ചോദിച്ചിട്ടുണ്ട്. സാധാരണ ഇതിലിവിടെ ഫ്രെയിംസ് ആണ് കാണിച്ചിരിക്കുന്നുണ്ടല്ലേ, അതായത് ഒരു 300 ഫ്രെയിമുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, സെക്കൻഡ്സ് ആക്കുക. സെക്കൻഡ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ടൈപ്പ് ചെയ്യാം. 10 സെക്കൻഡ് വീഡിയോ ആണ് വേണ്ടെങ്കിൽ 10 സെക്കൻഡ് 10 ടൈപ്പ് ചെയ്യാം. ഓക്കെ, 15 ആണ് വേണമെങ്കിൽ 15 എടുക്കാം, 20 ആണ് വേണമെങ്കിൽ 20 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 10 കൊടുത്തു. ശേഷം ഫ്രെയിം പെർ സെക്കൻഡ് ആണ്, എത്ര ഫ്രെയിം പെർ സെക്കൻഡിലെ വീഡിയോ ആണ് വേണ്ടത്, 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണോ വേണ്ടത്, അതോ 60 ആണോ വേണ്ടത്, അല്ലെങ്കിൽ 24 ആണോ വേണ്ടത്, അതിവിടെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് പിന്നീടായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെയർ ഉപയോഗിച്ച് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് പിന്നീട് മാറ്റം വരുത്താവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ ഓപ്ഷൻസ് എല്ലാം പിന്നീട് മാറ്റം വരുത്താവുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെ വെച്ചേക്കാണ്. ശേഷം എന്ത് ചെയ്യണം, ഈ ഓക്കെ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പണായി വന്നിരിക്കുകയാണ്. ഈ താഴെ കാണുന്നതാണ് ടൈം ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ലോഗോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത്. മുകളിൽ ഫയലിനകത്തില്ല, ഇവിടെ ഇമ്പോർട്ട് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് എടുക്കുക. ഇനി നിങ്ങളുടെ ലോഗോ എവിടെയാണോ കിടക്കുന്നത് ആ ഫോൾഡറിൽ ചെല്ലുക. ഇപ്പോൾ എൻ്റെ ലോഗോ കിടക്കുന്നത് ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിനകത്താണ്. ഈ ആക്സിയം ലോഗോ .png ഫയലാണ് കിടക്കുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് കൊടുത്തു. ഓക്കെ, നമ്മുടെ ലോഗോ ലോഡായിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ലോഗോ ഇങ്ങനെ അറ്റത്ത് കിടക്കാണല്ലോ, ഇടത്ത് സൈഡിൽ കിടക്കുകയാണ്. ഇതാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ സെൻറ്ററിൽ കൊണ്ടുവെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെക്കുന്നത് കറക്റ്റ് സെൻറ്ററിലല്ല എന്നുണ്ട് തോന്നിയാൽ നിങ്ങൾക്ക് ഇവിടെ അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അലൈൻമെൻറ്റ് നടത്താവുന്നതാണ്. അല്ലാതെ തന്നെ കീബോർഡിലെ G ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ക്യാൻവാസിൽ മൂവ് ചെയ്യാവുന്നതാണ്, ഈ അലൈൻമെൻറ്റ് പോരാ എന്ന് തോന്നിയാൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം സെൻറ്ററിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഗ്ലിച്ച് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ലെയർ സെലക്ട് ചെയ്യണം. ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ആക്ഷൻസിനകത്തില്ല, അവിടെ റാസ്റ്റർ എഫക്ട്സിനകത്തില്ല, ഇവിടെ ഡിസ്റ്റോർട്ട് എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിൽ ചെല്ലുക. അവിടെ ഇൻ്റർഫിയറൻസ് എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്, അല്ല ഇൻ്റർഫിയറൻസ്, അത് കൊടുക്കുക, ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളൊന്ന് സൂം ചെയ്താൽ മനസ്സിലാവും, ചെറിയൊരു വെട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടല്ലേ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു വല്ലാത്ത പോലെ ഇരിപ്പുണ്ടല്ലേ, അതാണ് നമ്മുടെ ഗ്ലിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ ലൈനില്ലേ, പ്ലേ ഹെഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഇപ്പോൾ ഈ ഞാൻ സൂം ഔട്ട് ചെയ്യാം, ടൈം ലൈൻ സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫുൾ ഫ്രെയിംസ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതിപ്പോൾ ഇവിടെ ഫ്രെയിംസ് ആയിട്ടാണ് കാണുന്നത് കണ്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം കോഡായിട്ട് കാണിക്കാം, കണ്ടില്ല, ഇപ്പോൾ ഇവിടെ 10 സെക്കൻഡ് വരെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഈ ഒരു പ്ലേ ഹെഡ് എവിടെയാണോ ഇരിക്കുന്നത് നമ്മൾ നോക്കുക. പ്ലേ ഹെഡ് മൂവ് ചെയ്ത് വലിയ കാര്യമൊന്നുമില്ല, കണ്ടില്ലേ, ഇത് വലിയ ആനിമേഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം, ആനിമേഷൻ ചെയ്യണമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആനിമേഷൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്, അതാണ്ട് ഇവിടെ ചെറിയൊരു ആരോ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ട്രാൻസ്ഫോം എന്നും റാസ്റ്റർ എഫക്ട്സ് എന്നും 2 കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ റാസ്റ്റർ എഫക്ട്സിനകത്തോട്ട് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അതാണ്ട് ഇവിടെ ഇൻ്റർഫിയറൻസ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ വാല്യൂസ് മാറ്റാൻ ഉണ്ടല്ലോ, നമ്മുടെ ഗ്ലിച്ച് എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും, കണ്ടല്ലേ. ഇത് മുന്നോട്ട് ടൈം നീങ്ങുന്നതനുസരിച്ച് കണ്ടില്ലേ ഗ്ലിച്ച് എഫക്റ്റ് ഉണ്ടാകുന്നത്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ വാല്യൂസ് മുന്നോട്ട് പ്ലേ ചെയ്യും തോറും മാറിക്കൊണ്ടിരിക്കണം, അല്ലാതെ ഇത് ഒരു വാല്യൂ നിൽക്കില്ല. അപ്പോൾ ഇതെങ്ങനെ ആനിമേറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ടൈമിൻ്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു വൃത്തം കണ്ടോ, അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഒരു ചുവപ്പ് കളറായി മാറും. ഓക്കെ, അതായത് ഇപ്പോൾ അത് ആനിമേഷൻ റെഡി ആയെന്നാണ് അർത്ഥം. ഇനി ഈ വെർട്ടിക്കൽ ലൈൻ എവിടെയാണോ ഇരിക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മളൊരു ആനിമേഷൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്, അതായത് ഒരു കീ ഫ്രെയിം കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ പ്ലേ ഹെഡ്, അതായത് ഈ വെർട്ടിക്കൽ ലൈൻ എവിടെയാണ് കൊണ്ടുവെക്കുന്നത്, എന്നിട്ട് വെച്ച ശേഷം നമ്മൾ ഈ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് നോക്കുക. ഇവിടെ ഒരു കീ ഫ്രെയിമും ആഡ് ചെയ്തു, 18 എന്ന് പറഞ്ഞ വാല്യൂ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളൊന്ന് പ്ലേ ഹെഡ് ഒന്ന് മൂവ് ചെയ്ത് നോക്കി, നമുക്ക് കണ്ടില്ലേ അതിനൊരു ആനിമേഷൻ വരുന്നത് കാണാൻ പറ്റും, കണ്ടില്ലേ. കണ്ടോ, നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഈ പ്ലേ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ക്യാഷേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, അതെന്താണെന്നറിയോ, ആദ്യം ഇത് പ്ലേ ചെയ്യുമ്പം ഇതൊന്ന് റാമിലോട്ട് ലോഡാവും, ലോഡ് ചെയ്ത ശേഷമാണ് പ്ലേ ആവുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് അവിടെ ആനിമേഷൻ കാണാം എങ്ങനെയാണ് അത് പ്ലേ ചെയ്യുന്നതെന്നുള്ളത്, കണ്ടില്ലേ. ഓക്കെ,
അപ്പം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് നേരത്തേക്ക് മതി ഈ ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് ഈ പ്ലേ ഹെഡ് അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ ലൈന് കുറച്ച് മുന്നോട്ട് നീക്കിയിട്ട് നമുക്കിത് 0 ആക്കിയാൽ മതി. അതിനുശേഷം ഗ്ലിച്ച് എഫക്റ്റ് ഉണ്ടാകത്തില്ല, കണ്ടില്ലേ? അപ്പോൾ അത് കുറച്ച് നേരത്തേക്കിനെ ഗ്ലിച്ച് എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ ടൈം ലൈനിൽ എങ്ങനെ വേണം, എവിടെയാണ് ഗ്ലിച്ച് എഫക്റ്റ് വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ? ഗ്ലിച്ച് അടിക്കുന്ന കണ്ടില്ലേ? ഓക്കെ, ഇവിടെ ലൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതേ ക്ലിക്ക് കൊടുത്തിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇത് പിന്നെയും പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിത് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നില്ല. നിങ്ങൾക്ക് ഇത് ഇത്രയും കീ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ടില്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പോരാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗ്രാഫ് എഡിറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇൻ്റർഫറൻസിനകത്തില്ല. ഇതിൻ്റെ ഇവിടെ ഒരു ഗ്രാഫ് ഓൺ ചെയ്യാമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കീ ഫ്രെയിമിൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഹാൻഡിൽസ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ചെറിയൊരു മാറ്റം ഉണ്ടല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തു, നമ്മൾ ഗ്ലിച്ച് ആനിമേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് എക്സ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളത്. മുകളിൽ ചെല്ലുക, സീനിനകത്ത് എന്നിട്ട് ഇവിടെ ആഡ് ടു റെൻഡർ ക്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, ശേഷം ഇവിടെ നമുക്ക് സീൻ 0 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടല്ലേ. ഇതിലൊന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെൻഡർ സെറ്റിങ്സും ഔട്ട്പുട്ട് സെറ്റിങ്സും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെൻഡർ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. റെൻഡർ സെറ്റിങ്സിനകത്ത് ചോദിച്ചിരിക്കുന്നത് റെസൊല്യൂഷൻ എത്ര വേണം, 100%. അത് നമ്മൾ 100% തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വിഡ്ത്ത് ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട്, എത്ര ഹൈറ്റും വിഡ്ത്തും വേണം. പിന്നെ ഫ്രെയിം റേഞ്ച് എത്ര ഫ്രെയിം വരെ റെൻഡർ ചെയ്താൽ മതി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാനില്ല കേട്ടോ. നമുക്ക് ആകെ ചെയ്യേണ്ടത് വരുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സെറ്റിംഗ് പിന്നെ ഡെസ്റ്റിനേഷനാണ്. അതായത് എവിടെ വീഡിയോ സേവ് ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് സെറ്റിങ്സ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഫോർമാറ്റ് ചോദിച്ചിട്ടുണ്ട്, PNG ആയിട്ട് വേണം. ഇപ്പോൾ വീഡിയോ നമുക്ക് ക്ലിക്ക് കൊടുക്കുക. ഇപ്പോൾ ഓഡിയോ നമുക്കില്ല കേട്ടോ, ഓഡിയോ കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഓഡിയോ ഫംഗ്ഷനകത്ത് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് അല്ലാതെ തന്നെ നിങ്ങൾക്ക് മറ്റ് വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് ഒരു ഓഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ വീഡിയോ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ PNG സീക്വൻസ് ആയിട്ട് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. PNG വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MP4 ആയിട്ടും ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. MP4 എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് H.264 കണ്ടില്ലേ, അത് എടുക്കാം. അതല്ലാതെ തന്നെ H.265 ഉണ്ട്, വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാം. ഓക്കെ, അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ബിറ്റ് റേറ്റ് നമുക്ക് തീരുമാനിക്കാവുന്ന എത്ര ബിറ്റ് റേറ്റ് വേണം. 15 ഒക്കെ ആണെങ്കിൽ കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും. ഇവിടെ ഓഡിയോ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓഡിയോ ഇതിനകത്തില്ല എന്നുള്ളതാണ് കാര്യം. പിന്നെ ഇത് കിടന്നാലും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓഡിയോ ഉണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് ഓഡിയോ അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് ഇവിടെ ഓഡിയോയ്ക്കകത്ത് ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. ഇതില്ല, നിങ്ങൾ ഓഡിയോയിൽ ഓടിയിട്ടുണ്ട്, പക്ഷേ ഈ ടിക്ക് മാർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഓഡിയോ എക്സ്പോർട്ട് ആകത്തില്ല വീഡിയോടൊപ്പം. അപ്പോൾ അതൊരു കാര്യം ഓർത്തോണം എപ്പോഴും. ഓക്കെ, അപ്പം ഇനി വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഡെസ്റ്റിനേഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഹോം ഫോൾഡറിനകത്ത് എടുക്കാം, വേണമെങ്കിൽ വീഡിയോയ്ക്കകത്ത് എക്സ്പോർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കിവിടെ ഇതിനൊരു ബേസിക് പേര് കൊടുക്കാം, ഗ്ലിച്ച് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ശേഷം സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ റെൻഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ റെൻഡർ അടിക്കുന്നത് കാണാൻ പറ്റും, കണ്ടില്ല? ഒരു ചോമ്പ് ബാർ അങ്ങോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ റെൻഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി വീഡിയോ എന്തോ ആയിട്ടുണ്ടെന്നുള്ളത്. നേരെ നമുക്ക് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് വീഡിയോസിനകത്താണല്ലോ നമ്മൾ എക്സ്പോർട്ട് ചെയ്തത്. ഇതാണ് നമ്മുടെ വീഡിയോ. അത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഓപ്പൺ കൊടുക്കാം. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും, കണ്ടല്ലേ? നമ്മുടെ ലോഗോ കിടന്ന് ഗ്ലിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പം വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതിനു മുമ്പ് ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കുക, സമയാസമയം ഈ ഫയൽ സേവ് ചെയ്തിട്ടേക്കുക. നമ്മൾ ഈ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തു, ഈ ഫ്രിക്ഷൻ അതൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തു, പക്ഷേ നമ്മൾ സേവ് ചെയ്തില്ല അല്ലേ? ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ഡോക്യുമെൻറ്റ്സിനകത്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സിനകത്ത് കൊടുക്കാം. അപ്പം ഓക്കെ നമ്മൾ അനാവശ്യമായ കുറേ ടൈറ്റിൽ അടിച്ചല്ലോ. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു പേര് കൊടുക്കാം, ഗ്ലിച്ച് എന്ന് പറഞ്ഞ് കൊടുക്കാം. പ്രോജക്റ്റ് ഫയൽ സേവ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമ്പോൾ സമയാസമയം കീബോർഡിലെ Ctrl+S പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സമയാസമയം സേവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ പ്രോഗ്രാം ക്രാഷ് ആയാലും നമുക്ക് പേടിക്കേണ്ടതില്ല. പിന്നീട് പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ഗ്ലിച്ച് എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ റെൻഡറിങ് ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ കാര്യം. അപ്പം വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.